ഇന്ന് 2024 മെയ് 23 ചേനയ്ക്ക് എങ്ങനെ വളം ചെയ്യാം എന്ന് കാണിക്കാം. ഞാൻ എടുത്തത് ഒരു 20 ലിറ്റർ ചാണകം എടുത്ത് 50 ലിറ്റർ കൊള്ളുന്ന ഒരു വീപ്പയ്ക്കകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഏതാണ്ട് 5 ദിവസത്തോളം പുളിപ്പിക്കാൻ വെച്ചു. ഇതിൻ്റെ കൂടെ 2 കിലോ വേപ്പിൻ പിണ്ണാക്കും 1.5 കിലോ കടലപ്പിണ്ണാക്കും ഇട്ടു. ശേഷം ഇന്ന് രാവിലെ ഇതിലേക്ക് 1 കിലോഗ്രാം അയാർ എന്ന കോമ്പൗണ്ട്, ഇത് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവയുടെ ഒരു ഉപസൂക്ഷ്മ മൂലകമാണ്. ഇത് 1 കിലോയും ഇതിനകത്തേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അയാർ ഒരിക്കലും നമുക്ക് മറ്റേ രാസവളത്തിൻ്റെ കൂടെ പ്രയോഗിക്കാൻ പറ്റില്ല. നമുക്കിത് ചാണകത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിനുശേഷം നല്ലൊരു തൂമ്പ എടുത്ത് വാച്ചുതൂമ്പ എടുത്ത് നല്ലപോലെ ഇളക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും കോലിട്ട് മിക്സ് ചെയ്താൽ ഇത് ശരിക്കും മിക്സ് ആകത്തില്ല. അതിനുശേഷം ഞാൻ ഈ ടാങ്ക് നിറച്ചും വെള്ളം ഒഴിച്ചു. നിങ്ങൾക്ക് കാണാം, 50 ലിറ്ററോളം വെള്ളമുണ്ട്. ഇപ്പോൾ ഈ ടാങ്കിൽ 20 ലിറ്റർ ആയിരുന്നു ചാണകം, അതിപ്പോൾ 50 ലിറ്ററായി. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതിനാൽ തലയിൽ ഒരു പ്ലാസ്റ്റിക് കൂട് തന്നെ വെച്ചു. അതിനുശേഷം ബക്കറ്റിലേക്ക് ഞാൻ പകരുന്നതാണ്. ആദ്യമായിട്ട് ഒരു ബക്കറ്റിൻ്റെ 1/3 വെള്ളം എടുത്തു. അതിനുശേഷം ഈ ചാണക സ്ലറി ഇതിനകത്തേക്ക് ഒരു 5 ലിറ്റർ, 7 ലിറ്ററോളം ഒഴിക്കും. അപ്പം ഈ ബക്കറ്റ് 20 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ 7 ലിറ്റർ സ്ലറി ഒരു 20 ലിറ്റർ ചാണകം വെള്ളമായിട്ട് മാറും. അപ്പോൾ 3 ഇരട്ടിയായി. ഇത് ഞാൻ കൊണ്ടുപോയി ചേനയുടെ ഏതാണ്ട് ഒരു 1 അടി അകലം വിട്ടിട്ട് ചേനയുടെ ചുറ്റിലും ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കാണാം, അതങ്ങനെ ഒഴിക്കുമ്പോൾ ഏതാണ്ട് ഒരു 3 അടി വട്ടത്തിൽ ഇത് ഇങ്ങനെ ഡൈലൂട്ടായിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ ഇത് നേരെ വേരിലേക്ക് തന്നെ ഇതിറങ്ങി പൊക്കോളും. ഇന്നിപ്പോൾ മഴയുള്ള ദിവസമാണ്, അതിനാൽ ആ മഴയോടുകൂടി നാളെ നേരം വെളുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ചാണകത്തിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ അതിനുള്ളിലേക്ക് ആയിക്കോളും. അതിനുശേഷം ഇത് എല്ലാ ചെടികളും ഏതാണ്ട് എനിക്ക് 25ഓളം ചേനയുണ്ട്. അവയ്ക്കെല്ലാം ഞാനിവനെ ഇതുപോലെ തന്നെ ചുറ്റിലും നടന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ഒരു ട്രിപ്പ് ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ അടിയിൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ചാണകമുണ്ട്. വീണ്ടും അതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിനെ മിക്സ് ചെയ്യും. അങ്ങനെ ഒരു 3 തവണ നമ്മൾ റിപ്പീറ്റായിട്ട് ഇവനെ മിക്സ് ചെയ്ത് മൊത്തം നമ്മൾ എടുക്കും. അവസാനം ഇതിൻ്റെ അടിയിൽ ചാണകം ഒട്ടും കാണില്ല, മണലിൻ്റെ തരിയോ ഇത് മാത്രമേ കാണുള്ളൂ. അത് നമ്മൾ ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിന് മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല. ഇനി ചേന 1 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ട് 2-3 മാസം മൂപ്പാകുമ്പോൾ നമുക്ക് മണ്ണിട്ട് മൂടാവുന്നതാണ്. കുറച്ച് മണ്ണേ വെട്ടിയിടാവുള്ളൂ. ചേനയ്ക്ക് അധികം പൊക്കി മണ്ണ് ഇടേണ്ട ആവശ്യമില്ല. വേര് മുകളിൽ കൂടെ ഓടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പൂഞ്ഞാറ് വിരിയൻ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾ ചേർന്ന് നടുന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ 2ാം ഘട്ടമാണ് ഇടുന്നത്. ഇനി ഇത് അല്പം കൂടെ വലുതാകുമ്പോൾ 3ാം ഘട്ടം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിക്കാവുന്നതാണ്. ചേനയ്ക്ക് താങ്ങ് നമ്മൾ ഏതാണ്ട് ചേന ഒരു 4 അടി പൊക്കം വരെ വളരും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു 4 അടിയുള്ള താങ്ങെടുത്ത് ഇതിന് കൊടുക്കുക. നമ്മൾ ചേനയൊക്കെ 3 കവലകളാണ് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 കവല നമ്മൾ ചേർത്ത് നമ്മുടെ താങ്ങിനോട് ചേരണമെന്നില്ല. ഏതാണ്ട് ഒരു 3/4 അടി 1 അടി അകലത്തിൽ വളർത്തുക രീതിയിൽ ലൂസായിട്ട് കെട്ടുക. ഈ ചേനയുടെ കവല പിന്നീട് ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോവും. കവല പൊങ്ങുന്ന കൂട്ടി നമ്മുടെ കെട്ട് ടൈറ്റാകാൻ സാധ്യതയുണ്ട്. അതിന് ആദ്യം തന്നെ അല്പം മുകളിലേക്ക് കയറ്റി കെട്ടുക ഈ താങ്ങിൻ്റെ. ഇവിടെ ചേനയുടെ കുറച്ച് വേര് തെളിഞ്ഞു നിന്ന് അത് മണ്ണിട്ട് മൂടുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ താങ്ങ് നമ്മൾ പിന്നീട് ഇത് ലൂസായിട്ട് കെട്ടുക. നമുക്കത് ആ താങ്ങ് തന്നെ അഴിച്ച് നമ്മൾ ചേന മുകളിലോട്ട് പൊങ്ങുമ്പോൾ 3 അടി പൊങ്ങാകുമ്പോൾ നമുക്ക് കണ്ടോ, ഇത് ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ, എന്നിട്ട് അതേ ടച്ച് ചെയ്ത് നോക്കുക. അത് ഒരുമാതിരി ടൈറ്റ് ആകത്തക്ക രീതിയിൽ ഇത് നിന്നാൽ മതി. അപ്പം ഇങ്ങനെ ചേന പൊങ്ങിപ്പോകുന്നതനുസരിച്ച് വള്ളി ലൊക്കേഷൻ നമ്മൾ മാറ്റി കെട്ടി കൊടുക്കണം, മുകളിലേക്ക് മാറ്റി കൊടുക്കണം. അതാണ് ചേന സംരക്ഷണം.